RDX മൂന്നാം വിഷയത്തിലേക്കാണ്. ജെൻസി എന്ന് വിശേഷിക്കപ്പെട്ട ലോകത്തിലെ ആദ്യ വിപ്ലവം അതോ കലാപമോ നമ്മുടെ തൊട്ട അയൽപക്കമായ നേപ്പാളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയാണ്. സർക്കാരിനെതിരെ കക്ഷി രാഷ്ട്രീയ പ്രചോദിതരല്ലാതെ യുവാക്കൾ ഒന്നടങ്കം തെരുവിലിറങ്ങിയിരിക്കുന്നു. ജനതയുടെ വായ് മൂടിക്കെട്ടും വിധമുള്ള സർക്കാരിന്റെ സമൂഹ മാധ്യമ വിലക്കിനെതിരെയാണ് യുവജന പ്രതിഷേധം. അവർക്ക് പിന്തുണയുമായി രാജ്യത്തുടനീളമുള്ള ആക്ടിവിസ്റ്റുകളും കൂടെയുണ്ട്. ബംഗ്ലാദേശിന് സമാനമായൊരു അട്ടിമറിയിലേക്കും അരാജകത്വത്തിലേക്കും കാര്യങ്ങൾ നീങ്ങുകയാണോ എന്നാണ് കാഠ്മണ്ഡുവിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ ഉയരുന്ന ചോദ്യം. ആദ്യം RDX റാപ്പ്. സജീവമായ ഉപയോഗത്തിലുണ്ടായിരുന്ന സാമൂഹ്യ മാധ്യമങ്ങൾ KP ശർമ്മ ഒലി സർക്കാർ വിലക്കിയതോടെയാണ് നേപ്പാളിൽ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിട്ട നടപടിക്കെതിരായും ഒപ്പം സർക്കാരിന്റെ അഴിമതിയും ചൂണ്ടിക്കാട്ടിയാണ് യുവജനത തെരുവിലിറങ്ങിയത്. ജെൻസി വിപ്ലവം എന്ന് വിളിക്കപ്പെടുന്ന പ്രതിഷേധത്തിന് ഐക്യദാർഢ്യവുമായി ആക്ടിവിസ്റ്റുകളും സാമൂഹ്യ പ്രവർത്തകരുമെല്ലാം തെരുവിലിറങ്ങി. പ്രതിഷേധക്കാർ പാർലമെന്റിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. പോലീസിനും സുരക്ഷാ സേനയ്ക്കും നിയന്ത്രിക്കാനാവാത്ത വിധമാണ് തലസ്ഥാനമായ കാഠ്മണ്ഡുവിലെ സാഹചര്യം. ലാത്തിയും ജലപീരങ്കിയും കണ്ണീർവാതകവും പ്രയോഗിച്ചിട്ടും പ്രതിഷേധം ഒടുങ്ങിയില്ല. സുരക്ഷാ സേന വെടിയുതിർത്തെന്നാണ് റിപ്പോർട്ടുകൾ. ദേശീയ പതാക വീശി ദേശീയ ഗാനം ആലപിച്ചാണ് യുവജന പ്രതിഷേധം. ഇപ്പോൾ ആകെ പ്രവർത്തിക്കുന്ന ടിക്ടോക്കിൽ സർക്കാരിനെതിരായ വീഡിയോകൾ നിറയുന്നു. പ്രതിഷേധം കത്തുമ്പോഴും സർക്കാർ നിലപാട് ന്യായീകരിക്കുകയാണ് പ്രധാനമന്ത്രി ശർമ്മ ഒലി. രാജ്യത്തിന്റെ പരമാധികാരവും അന്തസ്സും ഉയർത്തിപ്പിടിക്കാനുള്ള നടപടികൾ മാത്രമാണ് ഇതുവരെ സ്വീകരിച്ചതെന്നാണ് പ്രധാനമന്ത്രിയുടെ വാദം. RDX റാപ്പ് ന്യൂസ് മലയാളം. നേപ്പാളിൽ ജെൻസി വിപ്ലവമാണ് നടക്കുന്നത്. ഡാറ്റാ ഷീറ്റിലേക്ക് പോയാൽ സോഷ്യൽ മീഡിയ നിരോധനത്തിനെതിരെ നേപ്പാളിൽ യുവാക്കളുടെ പ്രതിഷേധം ഇരമ്പുകയാണ്. വലിയ പ്രതിഷേധമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജെൻസി വിപ്ലവം കാഠ്മണ്ഡുവിന് പുറത്തേക്കും പടരുന്നു. പങ്കുചേർന്ന് നിരവധി പേർ ഇപ്പോൾ തന്നെ ഉണ്ട്. ഓൺലൈനിലൂടെ തുടക്കമിട്ട പ്രതിഷേധം പാർലമെന്റ് മാർച്ചോടെ തെരുവിലേക്ക് പടരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാനാകുന്നത്. സുരക്ഷാ സേനയുടെ വെടിവെപ്പിലും മറ്റുമായി 20 പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ടു. 100-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതോടെ കാഠ്മണ്ഡുവിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ. പാർലമെന്റ് കോമ്പൗണ്ട് കടക്കാൻ ശ്രമിച്ചവർക്ക് നേരെ ലാത്തിയും കണ്ണീർവാതകവും പ്രയോഗിച്ചിരിക്കുകയാണ് അവിടുത്തെ സൈന്യം. സ്വതന്ത്ര ശബ്ദം, നമ്മുടെ അവകാശം, നികുതിദായകരുടെ പണം എവിടെ തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് ഇപ്പോൾ ഈ ജെൻസി വിപ്ലവത്തിൽ ഉയരുന്നത്. KP ശർമ്മ ഒലി സർക്കാരിന്റെ അഴിമതിയും സാമ്പത്തിക അസമത്വവും യുവാക്കൾ ചൂണ്ടിക്കാട്ടുന്നു ഇതിലൂടെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 26 പ്ലാറ്റ്ഫോമുകൾക്കാണ് ഇതിനോടകം നിരോധനം വന്നിട്ടുള്ളത്. നേപ്പാൾ സർക്കാർ നിരോധിച്ചിരിക്കുന്നത് 26 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ് എന്നുള്ളതാണ് വിവരങ്ങൾ. നടപടി രാജ്യത്തെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കുന്നതിൽ പരാജയപ്പെട്ടതിനാൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഫേസ്ബുക്ക്, മെസ്സഞ്ചർ, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, വാട്സപ്പ്, X, ലിങ്ക്ഡിൻ, സ്നാപ്ചാറ്റ് എന്നീ അക്കൗണ്ടുകളാണ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമുകളാണ് നിരോധിച്ചിരിക്കുന്നത്. റെഡിറ്റ്, ക്ലബ് ഹൗസ്, IMO എന്നിവയ്ക്കെല്ലാം രാജ്യത്ത് നിരോധനമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നടപടി സോഷ്യൽ മീഡിയ കമ്പനി നിയന്ത്രിക്കാനുള്ള സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് എന്നുള്ളതാണ് സർക്കാരിന്റെ വിശദീകരണം ഇതിൽ വരുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം രജിസ്ട്രേഷന് സമയപരിധി നിശ്ചയിച്ചത് ഓഗസ്റ്റ് 28 മുതൽ 7 ദിവസത്തേക്കാണ് എന്നുള്ളതാണ്. ആ സമയപരിധി പൂർത്തിയായിരിക്കുകയാണ്. സെപ്റ്റംബർ 3 രാത്രി സമയപരിധി അവസാനിച്ചിട്ടും ആരും അപേക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. സെപ്റ്റംബർ 4 ഈ പ്ലാറ്റ്ഫോമുകളെല്ലാം നിരോധിക്കുന്നതായി IT മന്ത്രാലയം പെട്ടെന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ടെലിഗ്രാം, ഗ്ലോബൽ ഡയറി എന്നിവ രജിസ്ട്രേഷനായി അപേക്ഷിച്ചിട്ടുണ്ട് എന്ന് നേപ്പാൾ സർക്കാർ തന്നെ വിശദീകരിച്ചിരിക്കുന്നു. ടിക്ടോക്ക് അടക്കം ലിസ്റ്റ് ചെയ്ത 5 പ്ലാറ്റ്ഫോമുകൾ തടസ്സമില്ലാതെ ലഭ്യമാകും എന്ന വാർത്തകൾ കൂടി അതിനിടയിൽ വരുന്നുണ്ട്. വിയോജിപ്പുകളെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് അവിടെ ഉയരുന്നത്. സർക്കാരിന്റെ രജിസ്ട്രേഷൻ വ്യവസ്ഥകൾ കർശനമെന്ന ആക്ഷേപം വളരെയധികം ശക്തമാണ്. രജിസ്ട്രേഷൻ പ്രകാരം സർക്കാരിന്റെ കർശന മേൽനോട്ടവും നിയന്ത്രണവും ഉണ്ടാകും എന്നതൊരു വസ്തുതയാണ്. ഭൂരിഭാഗം കമ്പനികൾക്കും നടപടി അപ്രായോഗികമാണ് എന്നുള്ള നിലപാടാണ് ഇപ്പോൾ തന്നെ ഉള്ളത്. സർക്കാരിന്റെ അനാവശ്യ കടന്നുകയറ്റത്തിന് വഴിവെക്കുമെന്ന ആക്ഷേപവും ശക്തമായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. സർക്കാർ എന്തായാലും പിന്നോട്ടില്ല. രാജ്യത്തെ ദുർബലമാക്കാനുള്ള ഏതൊരു ശ്രമവും അനുവദിക്കില്ല എന്നുള്ളതാണ് KP ശർമ്മ ഒലി അവിടുത്തെ ഭരണാധികാരികൾ പറയുന്നത്. തൊഴിൽ നഷ്ടമോ മറ്റെന്തിനേക്കാളുമോ വലുത് രാജ്യത്തിന്റെ അന്തസ് എന്നാണ് പ്രധാനമന്ത്രി ഒലിയുടെ വാദമായി പുറത്തേക്ക് വരുന്നത്. രുചീഷ് രവീന്ദ്രനാണ് വിശകലനങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. രുചീഷ്, നോക്കൂ, നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരുപിടി പ്ലാറ്റ്ഫോമുകൾ, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, മെസ്സഞ്ചർ, യൂട്യൂബ്, ഇതൊന്നുമില്ലാത്ത ഒരു ലോകം ഇന്നത്തെ കാലത്ത്, പ്രത്യേകിച്ച് ഇന്നത്തെ യുവാക്കളെ സംബന്ധിച്ച് അസാധ്യമെന്ന കാര്യം നമുക്കറിയാം. അതിനിടയിലാണ് ദുരൂഹമായ രീതിയിൽ സർക്കാരിന്റെ ഈ സെൻസർഷിപ്പ്, അങ്ങനെ തന്നെ പറയാമല്ലേ അതിനെ?
തീർച്ചയായും ബിനിൽ ആ തരത്തിൽ തന്നെ പറയണം. പ്രത്യേകിച്ച് പലരും ഈ കാര്യത്തെ ഒരു സാമൂഹ്യ മാധ്യമം നിരോധിച്ചത് കൊണ്ട് മാത്രം ജെൻസി കുട്ടികൾ ഇറങ്ങി ഒരു പ്രതിഷേധം നടത്തുന്നു എന്ന തരത്തിലേക്ക് ഇതിനെ ചുരുക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ പൊതുവെ ആ നേപ്പാളിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ അതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നിരോധിച്ചതുകൊണ്ട് മാത്രം ഉണ്ടായ ഒരു പെട്ടെന്നുള്ള ഒരു പൊട്ടിപ്പുറപ്പെടലല്ല, അതാണ് അതിൻ്റെ അവസാനം എന്ന് വേണം പറയാൻ. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ ഇത്തരത്തിൽ അസമത്വം അവിടെ വ്യാപകമാണ്. കാരണം പല കുട്ടികളും ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്ന പല ആളുകളും പറയുന്നത് ഞങ്ങൾ പഠിച്ചതിന് ശേഷം പിന്നീട് ഗൾഫിലേക്ക് ജോലിക്ക് പോകേണ്ട സാഹചര്യം വരുന്നു. ഇവിടെയുള്ള രാഷ്ട്രീയക്കാരുടെ മക്കൾ അവർക്ക് ഇവിടെ നെപ്പോട്ടിസമായി അവർക്ക് ഇവിടെ സ്വതന്ത്രമായി ജീവിക്കാനുള്ള സാഹചര്യമുണ്ട്, പണമുണ്ട്, നമുക്ക് അതില്ല. ആ തരത്തിൽ നമ്മൾ പുറത്തേക്ക് പോകേണ്ട അവസ്ഥയാണ്. ഇവിടുത്തെ സാഹചര്യങ്ങളെല്ലാം പാവങ്ങൾക്ക് എതിരാണ് എന്ന തരത്തിലാണ് അവരുടെ പ്രതികരണങ്ങൾ വരുന്നത്. ഈ തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ ഇത്തരത്തിൽ വിമർശനം സർക്കാരിനെതിരെ സജീവമായിരുന്നു ഒരു ഭാഗത്ത്. രണ്ടാമത് ഈ അമേരിക്കയുടെ താരിഫ് നിരക്കുമായി ബന്ധപ്പെട്ടൊക്കെ ആയിരുന്നു ആദ്യഘട്ടത്തിൽ ഈ പാശ്ചാത്യ മാധ്യമങ്ങളെയാണ് വിലക്കിയത്, ചൈനീസ് ആപ്പുകളെ അവിടെ അനുവദിക്കുന്നു എന്ന തരത്തിൽ ഒരു പ്രചാരണമുണ്ടായി. ഇതിന് പിന്നാലെയാണ് ഈ ആപ്പുകൾ 26 ആപ്പുകൾ പൊടുന്നനെ നിരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഒരു പ്രതിഷേധത്തിലേക്ക് ഈ കുട്ടികൾ വന്ന് പെടുകയാണ്. കാരണം ജെൻസി എന്ന് നമുക്കറിയാം 1997 ശേഷം ജനിച്ച ഈ കുട്ടികൾ 2010 വരെയുള്ള കുട്ടികളെയാണ് നമ്മൾ ആ അർത്ഥത്തിൽ പറയുന്നത്. ഇവരാണ് ഇനി അടുത്ത ഒരു തെരഞ്ഞെടുപ്പിലേക്ക്, നേപ്പാളിൻ്റെ ഭാവി പോലും നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ 2027 ആ തെരഞ്ഞെടുപ്പ് പോകേണ്ടത്. ആ കാലഘട്ടത്തിന് ഈ അധിക കാലം ഇല്ലാതിരിക്കെയാണ് ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഒരു കാലത്ത് നേപ്പാളിലെ ഈ അനുയായികൾക്ക് മുന്നിൽ അദ്ദേഹത്തെ KP ശർമ്മ ഒലിയെ അച്ഛൻ എന്ന തരത്തിലാണ് ആ അനുയായികൾ വിശേഷിപ്പിക്കുന്നത്, ബാ എന്ന തരത്തിലാണ് അദ്ദേഹത്തെ വിളിക്കുക. ആ തരത്തിൽ വിശേഷിപ്പിക്കപ്പെട്ട ഒരു നേതാവിനെതിരെയാണ് ഈ കുട്ടികൾ ഒരു പ്രതിഷേധത്തിലേക്ക്, ശക്തമായ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. പ്രത്യേകിച്ച് തുടക്കത്തിൽ ഈ പ്രതിഷേധം ഈ തരത്തിൽ ഉണ്ടാകും എന്ന് കാണാൻ ഒരുപക്ഷെ നേപ്പാൾ സർക്കാരിന് സാധിച്ചില്ല എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇതൊരു സാധാരണ തരത്തിൽ ഈ ഒരു യുവതലമുറ നടത്തുന്ന ഒരു പ്രതിഷേധം എന്ന തരത്തിലായിരുന്നു തുടക്കത്തിൽ ഇതിനെ കണ്ടതെങ്കിൽ അത് സമീപകാലത്ത് ഇല്ലാത്ത തരത്തിലേക്കുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് മാറുന്നതാണ് കാണുന്നത്. കാരണം ഇത് 1990-ലും 2006-ലും ഒക്കെ നേപ്പാൾ സമാനമായി വലിയ പ്രതിഷേധങ്ങൾ കണ്ട ഒരു രാജ്യമാണ്. പക്ഷേ ഈ തരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയില്ലാതെ, ഏതെങ്കിലും വലിയ ഒരു നേതാവിൻ്റെ പിന്തുണയില്ലാതെ, അവരുടെ വാക്കുകൾ കേൾക്കാതെ ഒരു കൂട്ടം ആളുകൾ ഒരു പ്രതിഷേധത്തിലേക്ക് വരികയാണ്. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം തുടക്കത്തിൽ ഈ സോഷ്യൽ മീഡിയ ആപ്പുകളുടെ കാര്യമാണ് പുറത്തു വന്നതെങ്കിൽ പിന്നീട് അവർ രാജ്യത്തിലെ അഴിമതി ചൂണ്ടിക്കാട്ടുകയാണ്, നേതാക്കളുടെ അഴിമതി ചൂണ്ടിക്കാട്ടുകയാണ്, അവരുടെ സ്വജനപക്ഷപാതം ചൂണ്ടിക്കാട്ടുകയാണ്. ആ തരത്തിലേക്ക് ഇതിന് കുറച്ചുകൂടി ഒരു രാഷ്ട്രീയ മുഖം കൂടി കൈവരികയാണ്. അവർ പറയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പ് തീരുമാനിക്കുന്നത് ഞങ്ങളായിരിക്കും എന്ന തരത്തിലേക്ക്, അടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണോ വേണ്ടയോ എന്ന തരത്തിൽ തീരുമാനിക്കും. ഈ തീരുമാനത്തിൽ നിന്ന്, നിരോധിക്കപ്പെട്ട ആപ്പുകളുടെ തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിൻവലിയണം എന്ന തരത്തിൽ ശക്തമായ പ്രതിഷേധം ഈ കുട്ടികൾ ഉയർത്തുകയാണ്. എന്തായാലും സർക്കാരിന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബിനിൽ വായിച്ച ആ വാക്കിൽ ശർമ്മ ഒലിയുടെ വാക്കുകൾ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം രാജ്യത്തിൻ്റെ ആത്മാഭിമാനമാണ് പ്രധാനം, ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത അനുയായിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ഇപ്പോൾ രാജ്യസന്നദ്ധത അറിയിച്ചിട്ടുണ്ട്, രാജി പ്രഖ്യാപിച്ചു എന്നാണ് അവിടുന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അറിയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പറയുന്നത്, ഞാൻ ഈ 20 കുട്ടികളോളം ഉള്ള കുട്ടികളുടെ മരണത്തിൽ ആ ഒരു ധാർമ്മികത ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായി സർക്കാരിൻ്റെ വിശദീകരണം ഇനി വരേണ്ടതുണ്ട്. ആ തരത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരാൾ രാജിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ തീരുമാനത്തിൽ നിന്ന് എന്തായാലും സർക്കാർ പിന്നോട്ട് പോകും എന്നാണ് ഇപ്പോൾ അവിടെയുള്ള രാഷ്ട്രീയ വിദഗ്ധരൊക്കെ വിലയിരുത്തുന്നത്. കാരണം ഈ തരത്തിൽ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാരിന് സാധിക്കില്ല. കാരണം ഇത് കാഠ്മണ്ഡുവിൽ മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമായി മാറുന്നില്ല. കാരണം കാഠ്മണ്ഡുവിൽ നമ്മൾ വലിയ ചർച്ചയാകുന്നതൊക്കെ പാർലമെന്റിലേക്കും മറ്റ് പ്രധാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കും ഒക്കെയുള്ള പ്രതിഷേധമായതുകൊണ്ടാണ് ആ തരത്തിൽ വാർത്തകൾ ആ തരത്തിൽ വരുന്നത്. പക്ഷേ ഇത് നേപ്പാളിലാകെ തന്നെ ഉള്ള എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലേക്കും ഈ പ്രതിഷേധം വ്യാപിക്കുകയാണ്. ഓരോ നിമിഷവും നമുക്കറിയാം, ഇന്ന് ഉച്ചവരെ ഇത് 16 മരണമെങ്കിൽ ഇപ്പോഴത്തേക്ക് അത് 20 കടന്നിരിക്കുന്നു. നേരത്തെ 100-ലധികം ആളുകൾക്കാണ് പരിക്കെങ്കിൽ ഇപ്പോൾ അത് 250-ലേക്ക് പരിക്ക് മാറിയിരിക്കുന്നു. ആ തരത്തിൽ ഓരോ നിമിഷവും ഇതിൻ്റെ ഈ ഡെത്ത് ടോള് കൂടുന്നു. ആ തരത്തിൽ പ്രതിഷേധം വ്യാപിക്കുന്നു. സർക്കാരിന് ഇതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇനിയും ഈ തരത്തിൽ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാർ സാധിക്കില്ല. ഏറ്റവും ഒടുവിൽ എന്തായാലും ആഭ്യന്തരമന്ത്രി രാജി പ്രഖ്യാപിച്ചു എന്നതാണ് ഈ പ്രതിഷേധത്തിന്റെ ബാക്കി പത്രം. ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് രുചീഷ് പങ്കുവച്ചത്. രുചീഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ സർക്കാരിന് പിന്നോട്ട് പോകേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം പ്രത്യേകിച്ച് അവിടുത്തെ അഴിമതി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ അവിടുത്തെ യുവാക്കൾ ചൂണ്ടിക്കാട്ടുന്നു എന്നുള്ളത് ആ സർക്കാരിന്, ഏതൊരു ഭരണകൂടത്തെയും സംബന്ധിച്ച് തലവേദന സൃഷ്ടിക്കുന്നതാണ്. ചരിത്രത്തിന്റെ എല്ലാ ദശാസന്ധികളിലും ലോകത്തെവിടെയുമുള്ള ഭരണകൂടങ്ങൾക്കെതിരെ ചെറുപ്പക്കാർ സംഘടിച്ചിട്ടുണ്ട്, സമരമായി മാറിയിട്ടുണ്ട്. സാമൂഹിക മാധ്യമ കണക്ടിവിറ്റി എന്ന യുവതയുടെ ഏറ്റവും സെൻസിറ്റീവായ വിഷയത്തിൽ സർക്കാർ കൈകടത്തിയപ്പോഴാണ് നേപ്പാളിൽ ജെൻസികൾ ഒന്നായി തെരുവിലിറങ്ങിയത്. ഇതിന് RDX ഒരേ സമയം
പുരോഗമനപരമായും ഒട്ടാശങ്കയോടെയും കാണുകയാണ്. അനീതികൾക്കെതിരെ ചെറുപ്പക്കാർ സമരമുന്നേറ്റമാകുന്നത് ആവേശകരമാണ്. അതേ വേളയിൽ തന്നെ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് അല്ലാത്ത ഒരു സമൂഹം സിസ്റ്റത്തിനെതിരെ ഇറങ്ങി പുറപ്പെടുന്നതിനെ ഭയക്കുകയും വേണം. പ്രതിഷേധവും കലാപവും തമ്മിലുള്ള ഇടവരമ്പ് അത്രയും നേർത്തതാണ്. നേപ്പാൾ നൽകുന്നത് എല്ലാ ദേശരാഷ്ട്രങ്ങൾക്കുമുള്ള മുന്നറിയിപ്പ് കൂടിയാണ്. അസ്വസ്ഥരുടെ വിലാപങ്ങൾക്ക് ചെവി കൊടുത്തില്ലെങ്കിൽ വരാനിരിക്കുന്നത് ഭ്രാന്തന്മാരുടെ കലാപമായിരിക്കും. ഇടവേള.